എല്ലാ ബിസിനസ്സുകാരും പറയുന്ന ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. വാട്ട് ഇസ് എ കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അതേ ഇൻഡസ്ട്രിയിൽ അതേ പ്രൈസിലോ അതേ വാല്യൂലോ അതേ ട്രാൻസാക്ഷൻ എക്സ്പീരിയൻസിലോ കൊടുക്കുന്ന വേറൊരാൾ അൾട്ടർനേറ്റീവ് ഉണ്ടാകുമ്പോഴാണ് കോമ്പറ്റീഷൻ വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ബി എന്ന് പറയുന്നുണ്ട്, സി എന്ന് പറയുന്നത്. ഈ മൂന്ന് ആളുകളും ഒരേപോലെ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട്. ഈ കസ്റ്റമറുടെ മുമ്പിൽ എയില് പോണോ, ബിയില് പോണോ, സിയില് പോണോ, മൂന്ന് പേരും അവരെ വിളിക്കുന്നുണ്ടാവും. ഇവരിൽ ഏതില് പോകണം? അപ്പൊ കസ്റ്റമർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ആൻസർ ആണ് ഈ കോമ്പറ്റീറ്ററെ മറികടക്കാനുള്ള നിങ്ങൾക്കുള്ള സ്ട്രാറ്റജി. കസ്റ്റമർ ചോദിക്കുന്നത്, നിങ്ങൾ മൂന്ന് പേരും വിളിക്കുന്ന സമയത്ത് വാട്ട് ഇസ് എ റീസൺ ടു ഷിഫ്റ്റ് യു? നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ പറയാനുള്ള മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു റീസൺ എന്താണ്? വൈ? എന്തുകൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ വരണം? ഇതിന്റെ ആൻസർ നമുക്ക് കൊടുക്കാൻ കഴിയുവാണെങ്കിൽ കോമ്പറ്റീഷനെ മറികടക്കാൻ കഴിയും. അതായത് ഇവരെക്കാളും ബെറ്റർ ആയിട്ട്, ഇവരെക്കാളും യുണീക്ക് ആയിട്ട്, ഇവരെക്കാളും ഡിഫറെന്റ് ആയിട്ട് ഒരു സർവീസോ പ്രൊഡക്റ്റോ ഇയാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇയാളിലേക്ക് ഈ കസ്റ്റമർ വരും. ഈ കസ്റ്റമർ അയാളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിനെ മറികടക്കാനുള്ള സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഒരു യുണീക്കോ ഡിഫറെന്റോ അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.